has been misused. ഇതിനെപ്പറ്റി ഒരു 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 ഫീലിംഗ് കുറേ കൊല്ലമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ റീസെൻ്റ്ലി കരുണാവണ്ണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക്, ഇരിഞ്ഞാലക്കുട അടുത്തുള്ള ബാങ്ക്, അതിൻ്റെ എവിഡൻസ് നോക്കുമ്പോൾ ഇതിൽ CPMൻ്റെ കാഡറും CPMൻ്റെ പൊളിറ്റിക്കൽ മണി ലോണ്ടറിങ്ങിൻ്റെ ഒരു ഡീപ്പ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് ഇതിൽ ഒരു തെളിവും ഒരു കോൺഫർമേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെ ഈ മുഴുവൻ ഈ കോഓപ്പറേറ്റീവ് ബാങ്ക് നമ്മുടെ പാവങ്ങളും ഫാമേഴ്സിൻ്റെ സേവിങ്സും എല്ലാം അതിനെ ഡീൽ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. അതിനെ മിസ്യൂസ് ചെയ്ത് ഇങ്ങനെ പൊളിറ്റിക്കൽ മണി ലോണ്ടറിങ്ങോ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആദ്യമായിട്ടാണ് നമുക്കൊരു തെളിവ്, ഒരു ക്ലിയർ എവിഡൻസ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കേരള BJP ലീഡർഷിപ്പും എല്ലാവരും ഒരു ക്ലിയർ ആയിട്ട് ഒരു ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ വേണം, ഇൻകം ടാക്സും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വേണം. എന്നിട്ട് നമ്മൾ ഹോം മിനിസ്റ്ററിന് അപ്പീലും ചെയ്തിട്ടുണ്ട് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഓപ്പറേഷൻ ഇതിൽ ഒന്ന് ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, നോക്കണം. ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു അൺഅക്കൗണ്ടബിൾ ഒരു ആൻഡ് നോൺ ട്രാൻസ്പെറൻറ്റ് ഫങ്ഷനിങ് കോഓപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റമിൻ്റെ കേരളയിൽ നിർത്തണം. നമ്മൾ ഇതൊരു ഒരു ഒരു കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടോപ്പ് ടു ബോട്ടം എന്ന് നടത്തണമെന്ന് ഞങ്ങളൊരു ഡിമാൻഡാണ്. ആൻഡ് എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് ഇതിൽ വളരെ സൂൺ ഒരു ആക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതികരിക്കുന്നു. അല്ല, അവർ പറയുന്നതല്ല, അവർ പറയും ഞങ്ങൾ ഇതിപ്പോൾ ഒരു ഇല്ലീഗാലിറ്റിയും ഒരു ക്രൈമും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഒരു നാച്ചുറൽ റൂൾ ഓഫ് ലോ അല്ലേ. ഇതിപ്പോൾ ആ ലോജിക്ക് എടുക്കുമ്പോൾ ഗോൾഡ് സ്മഗ്ലിങ്ങിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവാൻ പാടില്ല, പിന്നെ വേറെ ഈ ക്രിമിനൽ ആക്യൂസേഷനിലൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നൊരു ലോജിക്ക് ഒരു കറക്റ്റ് ലോജിക്കല്ലല്ലോ. ഇതിൽ ഒരു ക്ലിയർ ആയിട്ട് ചെറിയ ഡെപ്പോസിറ്റേഴ്സും സ്മോൾ ഡെപ്പോസിറ്റേഴ്സും ഓർഡിനറി മലയാളീസിൻ്റെ സേവിങ്സിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ മണി ലോണ്ടറിങ് എവിഡൻസ് വരുമ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ഇല്ലാണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത് പിന്നെ വെറുതെ വിടുകയോ ചെയ്യേണ്ടത്? അല്ല, ഇത് റൂൾ ഓഫ് ലോ മസ്റ്റ് പ്രിവെയിൽ. ഇതിൽ ആരാണ് ഗിൽറ്റി, എങ്ങനെയാണ് ഗിൽറ്റി, എന്താണ് ഇതിൻ്റെ ഡീപ്പ്, ഹൗ ഡീപ്പ് ഇതാണ് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി, ഇതെല്ലാം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് ഈ പ്രോബ്ലം ഇന്നല്ലെങ്കിൽ നാളെ ഒരു തരം ഇറ്റ് വിൽ ബി ഇറപ്റ്റ് ഇൻ ടു നമ്മൾ പാവങ്ങളുടെ സേവിങ്സ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കോൺസിക്വൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സ്ട്രോങ്ലി പറയുന്നത് ഈ propaganda that it will create confidence, shake the confidence, അത് റോങ് ആണ്. ഇതിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണ് ഈ നമ്മളുടെ ഏജൻസീസ് വന്ന് നോക്കുന്നത്, ടു എൻഷുർ ദാറ്റ് ഇങ്ങനത്തെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന്. പൊതുവെ കേരളത്തിലെ പ്രതിപക്ഷം, അതായത് കേരളത്തിലെ കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് ഇത്തരം കേസുകളിൽ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താറില്ല. ഒരു ബിഹൈൻഡ് ദ ബാക്ക് സീനിൽ ഈ ഒരു ടൈപ്പ് പോലെ BJPയും അതുപോലെ തന്നെ ഈ CPM തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സ്മോൾ പ്രൈസിലേക്ക് മാത്രമാണ് ഈ അന്വേഷണം നിൽക്കാറ്, പലപ്പോഴും ബിഗ് ഫിഷസിനെ ഒഴിവാക്കാറുണ്ട്. ഇത് കോൺഗ്രസിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ ലീഗൽ സിസ്റ്റമിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഫ്രീ ആൻഡ് ഫെയർ ജുഡീഷ്യറി, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് ഇൻഡിപെൻഡൻറ്റ്, അവർ കേസ് ഫയൽ ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, എന്നിട്ട് പ്രോസസ് ഓഫ് ലോ വിൽ ഡിറ്റർമിൻ ഹൂ ഇസ് ഗിൽറ്റി, ഹൂ ഇസ് നോട്ട് ഗിൽറ്റി. അതാണ് ഞങ്ങളുടെ ഫ്രെയിം വർക്ക്. കോൺഗ്രസിൻ്റെ ഫ്രെയിം വർക്ക് 2G സ്കാം ഉണ്ടാകുമ്പോൾ സീറോ ലാസ്, കേസിന് മുമ്പ് തന്നെ ഇന്നസെൻസ് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ഗിൽറ്റ് അപ്ലൈ ചെയ്യുക, അത് അവരുടെ ഒരു ഫ്രെയിം വർക്ക്. ഇതിൽ ഞാൻ വെരി ക്ലിയർലി പറയുന്നത്, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ ഗവൺമെൻറ്
ഓൺ റൂൾ ഓഫ് ലോ, ഓൺ കറപ്ഷൻ ഞങ്ങൾ സീറോ ടോളറൻസ് ഗവൺമെൻറ് ആണ്. അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുണ്ട്. കറപ്ഷൻ്റെ കേസ് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ സീറോ ടോളറൻസ് ഉണ്ട്. അത് ജുഡീഷ്യറി വിൽ ഡിസൈഡ് ആരാണ് ഗിൽറ്റി, ആരാണ് ഇന്നസെൻറ്റ്. എന്നിട്ട് ഞങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഞങ്ങൾ കോൺഗ്രസ് മാതിരി അതിനെ ഫിക്സ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു നാച്ചുറലായിട്ട് കോർട്സ് വിൽ ഡിസൈഡ് ആഫ്റ്റർ ദ കേസ് ഇസ് ഫൈൽഡ് ആരാണ് ഇതിൽ, എന്നിട്ട് അതിൻ്റെ എന്താണ് കോൺസിക്വൻസസ്, പ്യൂണിറ്റീവ് കോൺസിക്വൻസസ് എന്താണെന്ന്. അല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാനിപ്പോൾ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് പറയുന്നതല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതൊരു ഒരു ഒരു വൈഡ് സ്പ്രെഡ് ഒരു സിംറ്റമാണ്. ഇതിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ എവിഡൻസ് ഒന്നുമില്ല. അത് എനിക്ക് തോന്നുന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ ടൈമിൽ അതെല്ലാം പുറത്തു വരും. ഇത് ഒരു പാറ്റേൺ ആണ്. CPM ഈ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റമിനെ യൂസ് ആൻഡ് മിസ്യൂസ് ചെയ്യുന്ന ഇത് കുറേ കൊല്ലമായിട്ട് ഇതിൻ്റെ ഒരു എംപെറിക്കൽ എവിഡൻസും ഇതിൽ ഒരു വേർഡ് ഓഫ് മൗത്ത് ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നു. ഇതാണ് ആദ്യത്തെ ഒരു ഒക്കേഷനായിട്ട് ഒരു വലിയ എവിഡൻസ് പുറത്തു വരുന്നത്. അക്കോർഡിംഗ് ടു മീ ഈ കോപ്പറേറ്റീവ് ബാങ്ക് സിസ്റ്റമിൻ്റെ മിസ്യൂസ് ഒരു വൈഡ് സ്പ്രെഡ് ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ എവിടെ പോവും, എവിടെ എത്തും, നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. സഹകരണ രജിസ്ട്രാർ പുറത്തിറക്കിയതിൽ BJP ഭരിക്കുന്ന വിരലെണ്ണാവുന്ന ബാധ്യതയുള്ളൂ, പക്ഷെ അതിലും ചില ക്രമക്കേടുകൾ ഉണ്ടായിട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു. അല്ല, എവിടെ ആണെങ്കിലും ഈ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ ഓഫ് ബാങ്കിങ് ആണ്. നമ്മുടെ ഒരു കോപ്പറേറ്റീവ് സിസ്റ്റമിൽ ലൈവ്സ് ആൻഡ് ലൈവ്ലിഹുഡ്സിൻ്റെ സേവിങ്സ് ഡീൽ ചെയ്യുന്ന സിസ്റ്റമാണ് ഈ കോപ്പറേറ്റീവ് ബാങ്കിങ്. അതിൽ ട്രസ്റ്റും അതിൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ഒരു കേസ് വരുമ്പോൾ അതിനെ ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റമിൽ ഒരു ട്രസ്റ്റ് റീബിൽഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവരും റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് അത് A പാർട്ടിയാണോ B പാർട്ടിയാണോ C പാർട്ടിയാണോ അതല്ല ഇഷ്യൂ. കോപ്പറേറ്റീവ് ബാങ്കിങ് must be a trusted banking service for the citizens of Kerala, for the Malayalis of Kerala. അതിൽ നമുക്ക് ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. ഈ കരുവല്ലൂർ വിഷയം ഉണ്ടായപ്പോൾ തന്നെ കേരള ബാങ്കിന്റെ മേധാവിയായിട്ടുള്ള ആള് പറഞ്ഞത് ഒരു ദിവസം 24 മണിക്കൂർ മതി ഈ പ്രശ്നം കേരള ബാങ്കിൽ സഹകരിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യത്തിൽ എന്താവും? അല്ല, അത് എനിക്കറിയില്ല. ഈ 4 മണിക്കൂറോ 5 മണിക്കൂറുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിനെപ്പറ്റി വായിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. അല്ല, കേരള ബാങ്ക് സഹായിക്കാൻ തയ്യാറാണ്. അത് അവർ റെഫർ ചെയ്തോട്ടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷനോ ചീഫ് മിനിസ്റ്ററോടോ EDയോ ഇൻകം ടാക്സോടോ. അത് എനിക്ക് അതിൽ ഒരു കമന്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പൊളിറ്റീഷ്യനാണ്, കേന്ദ്രമന്ത്രിയാണ്, ഒപ്പം ഒരു മീഡിയ സ്ഥാപനങ്ങളുടെ ഒരു ഉടമയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ ന്യൂസ് ക്ലിക്കിന് ഉണ്ടായ റെയ്ഡ് ഈ മീഡിയ ഫ്രീഡത്തിനെ അസോൾട്ട് ചെയ്യുന്നതിന് വ്യക്തിപരമായ എന്നോട് അഭിപ്രായം. നോക്കൂ, ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ഈസ് നോട്ട് ദ സെയിം ആസ് റൈറ്റ് ടു മിസ്ഇൻഫർമേഷൻ. റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ഈസ് നോട്ട് ദ സെയിം ആസ് റൈറ്റ് ടു ആക്ട് അഗെയിൻസ്റ്റ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് നാഷണൽ ഇൻട്രസ്റ്റ്. ഇതിൽ നമ്മൾക്ക് ഇതിനെ രണ്ടിനും കോൺഫ്ലേറ്റ് ചെയ്യുന്നത് അത് ഒരു മിസ്റ്റേക്കാണ്. ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന സ്ഥാപനം ഒരു ഡെലിബറേറ്റ്ലി ഒരു ഫോറിൻ കൺട്രീൻ്റെ ഫണ്ടിങ് എടുത്ത് ഫോറിൻ കൺട്രീൻ്റെ എജൻഡ നമ്മുടെ കൺട്രിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഫോളിങ് അഫൗൾ ഓഫ് 19(2). നമ്മൾ അറിയല്ലോ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 19 ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച്, ബട്ട് ആർട്ടിക്കിൾ 19(2) ആണ് റെസ്ട്രിക്ഷൻസ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്. ആ 19(2) വായിക്കുമ്പോൾ നാഷണൽ ഇൻട്രസ്റ്റ്, ഡെഫമേഷൻ, പബ്ലിക് ഓർഡർ, ഇൻസൈറ്റ്മെൻറ്റ് ഇതെല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ചൈനേൻ്റെ കാശ് എടുത്ത് ചൈനേൻ്റെ ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് ഇന്ത്യൻ ഇൻട്രസ്റ്റ്, അത് ഒരു ക്ലിയർ ആൻഡ് കേസ് ഓഫ് നോട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇറ്റ് ഈസ് വയലേഷൻ ഓഫ് 19(2). ഇതിൽ ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാകാൻ പാടില്ല. ഇതിനെ ഡെലിബറേറ്റ്ലി ഫ്രീഡം ഓഫ് സ്പീച്ച് ആയിട്ട് കോൺഫ്ലേറ്റ് ചെയ്യുന്നത് ഒരു ഫാക്ച്വലി റോങ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണലി റോങ് ആണ്, ലീഗലി റോങ് ആണ്.
അപ്പോൾ ന്യൂസ് ക്ലിക്കിൻ്റെ ആക്ഷൻ ഈസ് വെരി മച്ച് റിക്വയർഡ്. അല്ലെങ്കിൽ നമ്മളുടെ ഡെമോക്രസി, നമ്മളൊരു ഓപ്പൺ സൊസൈറ്റിയാണ്. ചൈനേൻ്റെ മാതിരി ഒരു ക്ലോസ്ഡ് കൺട്രി ഒന്നുമല്ല. അവിടെ ഒരു ഫോറിൻ മീഡിയയ്ക്കും പോകാൻ പറ്റില്ല, അവിടെ ഒരു ഫോറിൻ വെബ്സൈറ്റിനും പോകാൻ പറ്റില്ല. നമ്മളൊരു ഫ്രീ ലിബറൽ ഡെമോക്രസി ആകുമ്പോൾ നമ്മളെ ഈ ഓപ്പൺനെസ്സിന് മിസ്യൂസ് ചെയ്യാൻ നോക്കുന്ന കൺട്രീസ്, നോക്കുന്ന പ്ലാറ്റ്ഫോംസിന് നമുക്ക് അണ്ടർ ദ ലോ വി ഹാവ് ടു ഡീൽ വിത്ത് ദം ആൻഡ് വി ഹാവ് ടു ഡീൽ വിത്ത് ദം ഫേംലി. അതാണ് നടക്കുന്നത്. ഇവരുടെ ന്യൂസ് ക്ലിക്ക് 2 വർഷം മുമ്പ് റെഡിയുകയും ഒരു തെളിവില്ലാതെ കണ്ടെടുത്തിയെന്ന കേസ് വീണ്ടും ഇന്റിമിഡേഷന് വേണ്ടി ഇതൊരു ആരോപണമായിട്ട് നിൽക്കുകയാണ്. അല്ല, ഇതിൽ എന്താ ഇന്റിമിഡേഷൻ? ഇതിലിപ്പോ പ്രൂഫ് ഇസ് കം ക്ലിയർ. ഇതിന്റെ ഫണ്ടിങ് ഒരു നെവിൽ സിംഗം എന്ന് പറഞ്ഞ ഒരാളാണ് ഫണ്ടിങ് കൊടുക്കുന്നത്. നെവിൽ സിംഗം ചൈനയിൽ ഇരുന്നിട്ട് ചൈനയുടെ സിസ്റ്റമിന്റെ ക്ലോസ് കോൺഫിഡൻ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഫണ്ടിങ് എല്ലാം ചൈന ലിങ്ക്ഡ് ഫണ്ടിങ് ആണ്. അദ്ദേഹം ഈ പ്ലാറ്റ്ഫോമിൽ കാശ് ഇടുന്നു. ഈ പ്ലാറ്റ്ഫോം ഈസ് ഡൂയിങ് ചൈന ഗവൺമെൻറ് ചൈനൻ്റെ ഈ നെവിൽ സിംഗമിൻ്റെ ബൈഡിങ്. സോ ഇതിൽ വാട്ട് ഈസ് ദി ഇൻറ്റിമിഡേഷൻ? ഇറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ലോ that 19(2) places restrictions on free speech under the Constitution of India, under the law of India. ഇതൊരു നോൺ ഫാക്റ്റാണ്. അപ്പോൾ ആ വയലേഷൻ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓപ്പൺ നമ്മൾ ഡെമോക്രസി ഈസ് എ ഡെമോക്രസി ദ റൺസ് ബൈ റൂൾ ഓഫ് ലോ. അപ്പോൾ റൂൾ ഓഫ് ലോ അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? We are not China, we are not Pakistan, we are not some authoritarian country. Our nation is a democracy, a liberal democracy, open society. Idile Jawaharlal Nehru in the time amend the freedom of expression 19(2) വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു that you cannot violate 4 or 5 conditions under the name of freedom of speech. Allu restriction ഉണ്ട് under 19(2). And NewsClick has not only violated that, has violated that on behalf of a foreign interest, and that is certainly falling afoul of Indian laws. പക്ഷേ മിനിസ്റ്റർ, നമ്മൾ ഇതിലൊരു വാർത്ത ഒന്ന് പരിശോധിക്കുമ്പോഴേ ചൈനീസ് വിപ്ലവ വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മാത്രമാണ് ആ തരത്തിൽ ഒരു കണ്ടത്. അത് ബാക്കിയുള്ള മാധ്യമങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒരു ചൈനയെ പ്രകീർത്തിക്കുന്ന തരത്തിലോ ചൈനീസ് താല്പര്യങ്ങൾ വക്കുന്ന തരത്തിലോ ഏതെങ്കിലും വാർത്ത അവർ കാണാൻ പറ്റിയിട്ടില്ല. അല്ല, അതല്ല ഇഷ്യൂ. അതിപ്പോ ഇന്ന് ചെയ്തിട്ടില്ല, ഇന്നലെ ചെയ്തിട്ടില്ല, നാളെ ചെയ്യാൻ പോകുന്നുണ്ട്, അതല്ല ഇഷ്യൂ. ഈ പ്ലാറ്റ്ഫോം ഹാസ് ലിങ്കേജസ് ഡയറക്ട്ലി ടു എ ഫോറിൻ ഗവൺമെന്റ് and a foreign inimical interest. This is China. ഇത് നമ്മളിപ്പോൾ പറയുന്നത് മൊറീഷ്യസ് ഒന്നല്ല. ഇത് ഒരു കൺട്രി വിച്ച് has done conflict and has a track record of violent action against the government of India and our people of India. അത് അരുണാചലിലാണോ അത് ഗാൽവാനിലാണോ, അതാണ് ചൈന. ആ ചൈന ഗവൺമെന്റിന്റെ ലിങ്കേജസ് ഉള്ള ആളാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. that in itself is falling afoul of our media laws. Media laws എന്താ പറഞ്ഞിരിക്കുന്നത്? that media cannot be controlled by any foreign interest. ഇതൊരു താങ്കളെല്ലാം പബ്ലിഷേഴ്സ് അല്ലേ? പബ്ലിഷേഴ്സിന്റെ ലോ എന്താ? that you cannot have more than 20% foreign equity. You should have an Indian editor. അതിന്റെ എന്താ മീനിങ്? മീനിങ് മീൻസ് ഇന്ത്യയിലുള്ള മീഡിയ cannot be controlled by foreign interests. Foreign inimical interests cannot sway public opinion or shape public opinion against the interest of the democracy of India. Adana basic fact. And idile facts are very clear. Ingane oru platform undu. Ee platform in the funding equity aitalla, cash aite it has come as non-equity grants from this person who is very closely connected to the Chinese government, and that certainly represents a conspiracy of trying to create in the open democracy of India ഒരു ഡിഫറെന്റ് നെറേറ്റീവ്. അതിന് എവിഡൻസ് കളക്ട് ചെയ്ത് ഇതാണ് നെറേറ്റീവ് അതാണ് നെറേറ്റീവ് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ദിസ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് എ വയലേഷൻ. ദിസ് ഇൻ ഇറ്റ് സെൽഫ് വാസ് നോട്ട് ഡിസ്ക്ലോസ്ഡ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ബാൻ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ കൃത്യമായി സത്യവാങ്മൂലത്തിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പക്ഷെ എന്നിട്ടും ഇങ്ങനെ അല്ല, അപ്പൊ നമ്മൾ ഇന്ത്യ ഒരു ഓപ്പൺ ഡെമോക്രസിയാണ്. അതിന്റെ റൂൾ ഓഫ് ലോ ഉണ്ട്. ഇതിലിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കോർട്ട് ഓഫ് ജഡ്ജ് പിന്നെ കോർട്ടിൽ പോവും. അവരുടെ കേസ് അഡ്ജുഡിക്കേറ്റ് ചെയ്യും. ഗവൺമെന്റിന്റെ ഡ്യൂട്ടി വെൻ വി സീ സംതിങ് റോങ് ഇറ്റ് ഈസ് ടു ആക്ട് അഗെയിൻസ്റ്റ് സംതിങ് റോങ്. എല്ലാവർക്കും ഇന്ത്യൻ്റെ ലോ, അണ്ടർ ഇന്ത്യൻ ലോ എല്ലാവർക്കും ഉണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി. അവർ പോയിട്ട് കോർട്ടിൽ അവരുടെ കേസ് ദേ ക്യാൻ പ്ലീഡ് ദെയർ കേസ്. അപ്പൊ ഇതിൽ ഞാൻ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതില്
ഈ കോൺഫ്ലേറ്റിംഗ് ഓഫ് ദിസ് ആസ് എ അറ്റാക്ക് ഓൺ ഫ്രീ സ്പീച്ച് ഇസ് ഫാക്ച്വലി റോങ്. അതല്ല, വേറെ എന്ത് വേണമെങ്കിലും ഡിസ്കഷൻ ചെയ്തോട്ടെ, അത് എന്ത് വേണമെങ്കിലും ഡിസ്കഷൻ നടന്നോട്ടെ, അത് കോർട്ട് ഓഫ് ലോയിൽ പോയിട്ട് അവർ അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ അവർക്കൊരു റൈറ്റ് ഉണ്ട്, അവർക്കൊരു അധികാരമുണ്ട്, അവർ ചെയ്യട്ടെ. ബട്ട് ഇതിനെ റൈറ്റ് ഓഫ് ഫ്രീ സ്പീച്ച് ആയിട്ട് മിസ്ഇൻഫോം ചെയ്യേണ്ടത്, അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നു, അതല്ല. ഇത് ഇസ് നത്തിങ് ടു ഡു വിത്ത് റൈറ്റ് ഓഫ് ഫ്രീ സ്പീച്ച്. ദിസ് ഹാസ് എവറിഥിങ് ടു ഡു വിത്ത് ഫോറിൻ ഇൻട്രസ്റ്റ് കൺട്രോളിങ് ഇന്ത്യൻ മീഡിയ. ഇന്ത്യ സഖ്യവും പ്രസ് ക്ലബും എഡിറ്റേഴ്സ് ഗിൽഡും ഒക്കെ ഇപ്പൊ പറയുന്നത് ഇതൊരു ഇൻഡയറക്ട് ഫണ്ടിങ്ങിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. PM കെയർസ് ഫണ്ടിലേക്ക് ഡയറക്ട് ഫണ്ട് വന്നിട്ട് അതേക്കുറിച്ച് എൻക്വയറി ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇതിലിപ്പോ ഈ വാട്ട് അബൌട്ടറി അല്ലല്ലോ issue is media in democracy is a sensitive but important pillar of our democracy. അതിൽ ഞങ്ങളുടെ ലെജിസ്ലേഷൻ, നമ്മുടെ ഫ്രെയിംവർക്കിൽ ഫോറിൻ ഓണർഷിപ്പ് ഓഫ് മീഡിയ, ഫോറിൻ ഇൻഫ്ലുവൻസ് ഓഫ് ഡൊമസ്റ്റിക് മീഡിയനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് ഫ്രെയിംവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ വയലേറ്റ് ചെയ്താൽ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് അണ്ടർ ലോ യു വിൽ ഹാവ് ടു ഫേസ്. അതാണ് അതിലിപ്പോൾ PM കെയർസിൽ ഫണ്ടിങ്ങോ വേറെ കോർട്ടിൽ ഫണ്ടിങ്ങോ അതല്ല. ഇതിലിപ്പോൾ യു ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഇഷ്യൂ. അതൊരു വാട്ട് അബൌട്ടറി അല്ല. അത് മീഡിയ ഡെമോക്രസീസിലെല്ലാം ഭയങ്കര ഒരു സെൻസിറ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ മെമ്പർ ഓഫ് ദി നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതിന് ഫോറിൻ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല, അതിന് ഫോറിൻ കൺട്രോൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഫ്രെയിംവർക്ക്, ഞങ്ങളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഫ്രെയിംവർക്ക്. അത് ഇപ്പോഴത്തെ ഫ്രെയിംവർക്ക് ഒന്നുമല്ല, അത് ഇറ്റ് ഇസ് എ ഫ്രെയിംവർക്ക് ഡ്യൂറിങ് UPA, ഇറ്റ് ഇസ് എ ഫ്രെയിംവർക്ക് ഈവൻ ബിഫോർ ദാറ്റ്. അതുകൊണ്ട് അത് വയലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോറിൻ കൺട്രീൻ്റെ കേസ് ഇവിടെ വെക്കാൻ ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ at the behest of their funder, that is certainly something that is very, very, very wrong.